പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SIR-മായി ബന്ധപ്പെട്ട് ആശങ്കകൾ തീരുന്നില്ല. ഇവിടെ LDF-ന്റെ തുടർഭരണം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്ന സാഹചര്യത്തിൽ BJP-യും CPM-ഉം ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അവരുടെ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2026 SIR ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുന്ന തിരക്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കുറച്ചുപേർ, അതായത് നിഷ്പക്ഷമതികളായിട്ടുള്ള കുറച്ചു പേരും പിന്നെ കോൺഗ്രസിന്റെ ചില വോട്ടുകളും അവർ ഇറങ്ങാത്തത് കൊണ്ടാണ്. കാരണം BLA-മാർ ഉണ്ട്, BLO-മാർ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥർ. BLA-മാർ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ. ഈ BLA-മാർ അവരുടെ പണിയെടുക്കാത്തത് കൊണ്ട് മാത്രം കേരളത്തിൽ വലിയൊരു ഭാഗത്തിന് വോട്ട് നഷ്ടപ്പെടും. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. നമ്മളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് കൃത്യമാണെന്ന് എങ്ങനെയെന്ന് ഉറപ്പുവരുത്താൻ പോലും ഇവിടെ ഒരു സംവിധാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ BLO-മാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ചെയ്യേണ്ട സാഹചര്യമാണ്. ഇവിടെ വീഡിയോകൾ ചെയ്യുന്ന ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും ആ ഫോമിൽ കൃത്യമായി എന്തെഴുതണം എന്ന് പറയാൻ പറ്റുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതനുസരിച്ചുള്ള മാർഗനിർദ്ദേശം മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതാകട്ടെ പലർക്കും രേഖപ്പെടുത്താനായിട്ട് സാധ്യവുമല്ല. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അടക്കം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സത്യസന്ധമായി ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവരെ 2026 കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചില കാരണങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ മണക്കാട് നജുമുദ്ദീൻ എന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്. ഈ പൊളിറ്റിക്കൽ തള്ളിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് ശേഷം രേഖപ്പെടുത്താനും മറക്കരുത്. SIR-നെ സംബന്ധിച്ചുള്ള കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വീഡിയോയുടെ പുതിയ വീഡിയോകളുടെ താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊള്ളൂ. ഉറപ്പായും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ വീഡിയോകളായി ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി വെക്കാനും മറക്കണ്ട. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായ സമയത്താണ് അവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത്. അതിന്റെ ഫലം ഇന്നലെ നമ്മൾ തിരിച്ചറിഞ്ഞു. അവിടെ ആ പരിഷ്കരണം നടക്കുന്ന സമയത്ത് ആളുകൾ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് 65 ലക്ഷം പേർക്ക് പോയെന്നാ പറയുന്നത്. അതല്ല, എന്റെ കണക്ക് അതിൽ കൂടുതലാണ്. 85 ലക്ഷത്തിന് മേളിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിവിധങ്ങളായ പരിശോധന നടത്തിയപ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയും പേര് 1 കോടിക്കടുത്തുള്ള ജനങ്ങളുടെ വോട്ട് ഇല്ലാതാക്കി. അതിന്റെ ഫലം ഇന്നലെ ആ വോട്ടർ പട്ടിക പരിഷ്കരണം ആർക്ക് വേണ്ടിയാണോ നടത്തിയത് അവർ ഇന്നലെ 4-3 ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഈ സ്ഥിതിയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ആദ്യം അല്പം പുറകോട്ട് നിന്നെങ്കിലും ഇപ്പോഴവർ കോടതിയെ സമീപിക്കാൻ അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഇതുവരെയും അതിലൊരു തീരുമാനമായിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഇടതുപക്ഷ മുന്നണി മറ്റൊരു തെറ്റായ വഴിയിലാണ് ഒരു നീക്കം നടത്തുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. അത് UDF-ന്റെ നേതാക്കന്മാർ വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് LDF-ന്റെ വാർഡുകളിലുള്ള BLO-മാർ പോകുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് CPM-ന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട മറ്റ് കക്ഷികളുടെയോ ആയ ഒരു BLA ബൂത്ത് ലെവൽ ഏജന്റ് കൂടി അവരോടൊപ്പം അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വീടുകളിലെല്ലാം വോട്ട് ഉറപ്പിക്കുക എന്ന, അല്ലെങ്കിൽ വോട്ട് കൃത്യമായി ചേർക്കുക എന്ന പ്രക്രിയയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഫലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവർ വളരെ നിഗൂഢമായിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ്, അല്ലെങ്കിൽ അതിന്റെ ഗവൺമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ CPM ഈ കാര്യത്തിൽ മൗനം പാലിച്ചതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്, ഈ അക്കമ്പനി ചെയ്യുന്ന BLA എന്ന BLO-യോടൊപ്പം പോകുന്ന ആൾ CPM-ന്റെ പ്രവർത്തകരാണ്. അവർക്ക് രഹസ്യമായി ഓരോ ബൂത്തിലും ഒരാൾക്ക് ഈ ചുമതല അവർ ഏൽപ്പിച്ചിരിക്കുകയാണ്, രഹസ്യമായി. അതിന്റെ ഫലമായി അവർ പോയി അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ മാത്രം കൃത്യമായി ചേർക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ UDF ആണ്. അതുകൊണ്ട് UDF നേതാക്കന്മാർക്ക് വളരെ ഗൗരവമായി ഇത് കാണേണ്ടിയിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറയാൻ ഇവിടെ ആരുമില്ല. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ഒരു BLO-യോടൊപ്പം ഞാനൊരു BLA അയക്കുമെന്നാണ്.
പക്ഷെ അത് കേരളത്തിലെ ഗവൺമെന്റ് പിണറായി മന്ത്രിസഭയിൽ നിന്നും ആ ഒരു നീക്കം തന്നെ നടക്കും നമുക്ക് മനസ്സിലാവുന്നു. അവർ ചെയ്യുന്നത് BLA ഒരു BLA അയക്കുകയാണ്. പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രിയാണെങ്കിലും നടപ്പിലാക്കുന്ന കേരളത്തിലാണ്. ഇതിലൂടെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ UDF വോട്ടുകൾ പലതും ചേർക്കപ്പെടാതെ പോകുന്നു. അജ്ഞരായ ഒരു രാഷ്ട്രീയമില്ലാത്ത പാവങ്ങൾ ആ പാവങ്ങളുടെ വോട്ട് ചേർക്കാതെ പോകുന്നു. ഇതിന്റെ ഫലമായി 1 കോടിയിലധികം വോട്ടിന്റെ കുറവ് കേരളത്തിൽ സംഭവിക്കുന്നതാണ് ഞാൻ സംശയിക്കുന്നത്. ഈ SIR തീരുമ്പോൾ 1 കോടി വോട്ട് എങ്കിലും ഇല്ലാതാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി UDF നേതാക്കന്മാർ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും അതോടൊപ്പം RSPയുടെ ഒക്കെ നേതാക്കന്മാർ വളരെ ഗൗരവമായി ഈ കാര്യം കണ്ടിട്ട് നമ്മുടെ BLA കൂടി ഇക്കാര്യത്തിൽ ജാഗരൂകരാക്കേണ്ടി വരണം. ബീഹാറിൽ സംഭവിച്ചത് വെള്ളപ്പൊക്കമാണെങ്കിൽ ഇവിടെ പഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുള്ള വോട്ട് പിടിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാർ ഇത് ശ്രദ്ധിക്കണമെന്നില്ല. അവർ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ ഫലമായി നമുക്ക് നഷ്ടപ്പെടുന്നത് അടുത്ത അസംബ്ലിയാണെന്ന കാര്യം നാം മറക്കരുത്. അസംബ്ലിയിലെ 140 സീറ്റിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ UDFന് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാരെ സഹായിക്കാനാണ്? BJP സഹായിക്കാൻ തന്നെയാണ്. ഇപ്പൊ BJPക്ക് ഒരു 2 കൈ അത്രയുള്ള എന്ന് പറഞ്ഞാൽ 20 സീറ്റെങ്കിലും കിട്ടാൻ വേണ്ടി ഉള്ളൊരു നീക്കമാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണി നടത്തുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. അതിന് നിരവധി തെളിവുകൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി UDF നേതാക്കന്മാർ ഈ അപകടം തിരിച്ചറിഞ്ഞ് വളരെ വേഗതയിൽ ചില നീക്കങ്ങൾ നടത്താൻ മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ മൂന്നാം പ്രാവശ്യവും പിണറായി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ ഗൂഢമായി BJPയോടൊപ്പം ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Different angles. Don't forget to subscribe and support this channel.